പൾസറിന്റെ മാടം കാവ്യയുടെ മാതാവ് നടിയെ പീഡിപ്പിച്ചതിന്റെ വീഡിയോ ശ്യാമള മാധവന്റെ കയ്യിലെന്ന് സുനി. കാവ്യയും മാതാവും ഒളിവിലോ? നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഒന്നാം പ്രതി സുനിൽകുമാർ പറയുന്ന മാടം കാവ്യ മാധവന്റെ അമ്മ തന്നെയെന്ന് അന്വേഷണ സംഘം. തമ്മന്നത്തെ വില്ല ശ്യാമള മാധവന്റേതാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ആക്രമിച്ച നടിയുടെ അപകീർത്തികരമായ വീഡിയോ ചിത്രീകരിച്ച ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ വീഡിയോയുടെ ഒരു കോപ്പി ഇവർക്ക് കൈമാറി എന്നാണ് സുനിൽകുമാറിന്റെ മൊഴി. വീഡിയോയുടെ 3 കോപ്പികളാണ് ആലപ്പുഴയിലെ സുഹൃത്തിന്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് എടുത്തത്. അതിൽ സുനിൽകുമാർ സൂക്ഷിച്ചിരുന്നത് പോലീസിന് ലഭിച്ചുവെന്ന് മലയാളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടെത്താൻ കൂടിയാണ് കാവ്യയുടെ അമ്മയുടെ മേൽനോട്ടത്തിലുള്ള ലക്ഷ്യയിൽ തെളിവെടുപ്പ് നടത്തിയത്. കാവ്യയുടെ ഉടമസ്ഥതയിലുള്ളതെങ്കിലും ശ്യാമളയാണ് ഭരിച്ചിരുന്നത്. കാവ്യയ്ക്ക് സംഭവങ്ങൾ അറിയാമോ എന്ന് വ്യക്തതയില്ല. നാദൃശ പറഞ്ഞതനുസരിച്ചാണ് വീഡിയോ ശ്യാമളയെ ഏൽപ്പിച്ചതെന്ന് സുനിൽകുമാർ പോലീസിനോട് പറയുന്നത്. സുനിൽകുമാറിന്റെ മൊഴി ആദ്യഘട്ടത്തിൽ പോലീസ് മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല. എന്നാൽ മൊഴിക്കൊത്ത വിധം തെളിവുകൾ ലഭിച്ചതോടെയാണ് സുനിലിന്റെ മൊഴിയെ കൂടുതലായി പോലീസ് വിശ്വാസത്തിലെടുത്തത്. എന്നാൽ കേസിൽ ദിലീപിന് നേരിട്ട് ബന്ധമുള്ളതായി കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ലക്ഷ്യയിൽ 3 തവണയാണ് സുനിൽകുമാർ പോയത്. ആദ്യ 2 തവണ 2 ലക്ഷം രൂപ കൈപ്പറ്റാനും പിന്നീട് വീഡിയോ കൈമാറാനും പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. കാസർഗോഡ് നീലേശ്വരം രാജ റോഡിലെ സുപ്രിയ ടെക്സ്റ്റൈൽസ് ഇവരുടെ മേൽനോട്ടത്തിലായിരുന്നു. ഈ ബിസിനസ് പരിചയത്തിലാണ് ശ്യാമള വസ്ത്രവ്യാപാരശാലയായ ലക്ഷ്യയെ നയിച്ചത്. കാവ്യ സിനിമയിലെത്തിയതോടെയാണ് കുടുംബസമേതം കൊച്ചിയിലെത്തിയത്. പോലീസ് ചോദ്യം ചെയ്യൽ ഭയന്ന് നടി കാവ്യ മാധവനും അമ്മയും അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറിയതായി പോലീസിന് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ യുവനടി ആക്രമണത്തിനിരയായ കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന സൂചന കിട്ടിയതിനെ തുടർന്നാണ് ഇവരും മാറി നിൽക്കുന്നതെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവരെ ബന്ധപ്പെടാൻ മാധ്യമപ്രവർത്തകർ ശ്രമിച്ചിരുന്നുവെങ്കിലും കിട്ടിയിരുന്നില്ല. കൊച്ചിയിലെ സ്വന്തം വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം 11 മണിയോടെ ഇവർ പുറത്തേക്ക് പോയിരുന്നു. എന്നാൽ ഇവിടേക്ക് കാവ്യയും അമ്മയും തിരിച്ചെത്തിയതായി വിവരമില്ല. ആരെയും വീട്ടിലേക്ക് കടത്തിവിടരുതെന്നും ആരോടും പറയരുതെന്നും ഇവിടുത്തെ സുരക്ഷാ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. എന്നാൽ കാവ്യ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യതയെന്നാണ് സിനിമാ രംഗത്തെ ചിലർ പറയുന്നത്. അതേസമയം നടൻ ദിലീപ് ആലുവയിലെ സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടെങ്കിലും നാദൃശ എവിടെയാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വഷളായ സാഹചര്യത്തിൽ നാദൃശ മാറി നിൽക്കുകയാണെന്നാണ് വിവരം. പൾസർ സുനിയുടെ കൂട്ടാളികൾ പറഞ്ഞ ആ മാടം ആരാണെന്ന് കണ്ടെത്തുന്നതിനാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. ആദ്യം നൽകിയ മൊഴികളിൽ ചില വ്യക്തതയില്ലാത്തതിനാൽ നടൻ ദിലീപിനെയും നാദൃശയെയും വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നുണ്ട്. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടീം.